നമസ്കാരം, ഞാൻ രാജൻ വാര്യത്ത് അഷോർട്ട് പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ഒരു ടാറ്റ ഐയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്ലാനിലാണ്. ലൈഫ് ഇൻഷുറൻസ് പ്ലാനിൽ മ്യൂച്വൽ ഫണ്ട്, അതായത് യൂലിപ്പ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഫോർച്യൂൺ പ്രോ എന്ന് പറഞ്ഞ ഒരു പ്ലാനെ കുറിച്ചാണ് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും നമുക്ക് യൂലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാൻ എന്നും ടാറ്റ ഐക്കുള്ളതാണ്, ഫോർച്യൂൺ പ്രോ എന്ന് പറയുന്ന പ്ലാൻ. പക്ഷെ അതിൽ ഇപ്പം ഒരു പുതിയ NFO വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. NFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുമ്പം അതിനകത്ത് 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ വരുന്നത്. ഒരു NAV 10 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് ഇപ്പോഴാണ് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അത് ആ ഒരു ഓപ്പൺ ടൈമാണ്. ഇപ്പം ഡിസംബർ 31 ഉള്ളിൽ നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ മാസം 2023 ഡിസംബർ 31 എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 രൂപയ്ക്ക് നമ്മുടെ NAV നമ്മുടെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത. ഈ ഫണ്ട് ആണെങ്കിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടാണ്. ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാം. അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെക്സി ഫണ്ടുകൾക്ക് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം ഏത് ഫണ്ടിലും നമുക്ക് എത്ര വേണമെങ്കിലും കമ്പനിക്ക് അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമർക്ക് ബെനിഫിറ്റ് കൊടുക്കാവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിലൊരു ലാർജ് ക്യാപ്പോ അല്ലെങ്കിൽ ഒരു മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പൊക്കെ ആണെങ്കിൽ അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. അത് കൃത്യമായി ഇത്ര, ഇപ്പം ലാർജ് ക്യാപ്പ് ആണെങ്കിൽ ലാർജ് ക്യാപ്പിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, മിഡ് ക്യാപ്പിലാണെങ്കിൽ അത് മാത്രം, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ അങ്ങനെ. അതെല്ലാം മൾട്ടി ക്യാപ്പ് ആണെങ്കിൽ പോലും ഇത്ര പെർസെൻറ്റേജ് അതിനകത്ത് ലാർജ് ഉണ്ടാവണം, മിഡ് ഉണ്ടാവണം, അങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് അങ്ങനെയില്ല. ഈ ഫണ്ടിൽ ഉള്ള ഒരു പ്രത്യേകത അതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ച് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ട് എന്ന് പറയുന്നത്. സാധാരണ ഇപ്പം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഫ്ലെക്സി ക്യാപ്പുകൾക്ക് എപ്പോഴും ഡിമാൻഡ് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അപ്പം അതിൽ ഈ പറയുന്ന 10 രൂപയ്ക്ക് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസംബർ 31 ഉള്ളിലാണ് അതിൻ്റെ എൻട്രി ടൈം. പിന്നീട് നമ്മളിപ്പോൾ ഈ ഫണ്ട് നിൽക്കുന്നില്ല, പക്ഷേ ഈ ഫണ്ട് നമ്മളൊരു 1 വീക്ക് കഴിയുന്ന സമയത്ത് 10 രൂപ എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ 11 ആവാം, അല്ലെങ്കിൽ 12 ആവാം. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ 10 കിട്ടുന്നില്ല. എന്തായാലും 10 താഴെ പോകാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ഇപ്പം ഒരു 6-8 മാസത്തിനുള്ളിൽ മുമ്പ് നമ്മൾ എമർജിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ടാറ്റ തന്നെ കൊടുത്തിരുന്നു. അതിൻ്റെ ഇന്നത്തെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയ്ക്ക് എടുത്തിട്ട് ഈ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ 13.80 ആയി കഴിഞ്ഞു. അതായത് 38% പ്രോഫിറ്റ് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. അപ്പോൾ ശരിക്കും ഇപ്പം ഒരു 10 lakhs ഇട്ട ആൾക്ക് 14 ലക്ഷം രൂപയുടെ അടുത്ത് അത് 1 ഇയറിൻ്റെ ഉള്ളിൽ, 1 ഇയർ ആയിട്ടില്ല, പ്രോഫിറ്റ് ആയി കഴിഞ്ഞു. അപ്പം അത്രയും ബെഞ്ച് മാർക്കുമായിട്ട് റിട്ടേൺ, നമ്മളുടെ വളരെയധികം ബെഞ്ച് മാർക്കുമായിട്ട് ഒരുപാട് വ്യത്യാസത്തിലാണ് നമ്മൾ ഫണ്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിനെ കുറിച്ച് പൊതുവെ പറയാനുള്ളൊരു കാര്യം. അതിൽ എത്രയും വേഗം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിട്ടേൺസ് കിട്ടും. ഇതിൻ്റെ എമൗണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് ആദ്യം വരാം. 50,000 റുപ്പീസാണ് നമ്മൾ ഇയർലി പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് GST ഇല്ല. 50,000 മിനിമം നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും 5 lakhsോ 10 lakhsോ എത്ര എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. 5 വർഷമാണ് പ്രീമിയം പേയ്മെൻറ്റ് ടൈം. PPT എന്ന് പറയുന്നത് 5 വർഷമാണ്. 15 വർഷമാണ് ഇതിൻ്റെ PT, അതായത് പ്രീമിയം പേയ്മെൻറ്റ് PT എന്ന് പറയുന്നത് പോളിസി ടേം. ഈ 15 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും, 5 വർഷം കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുമ്പം ഒരു വർഷത്തെ പ്രീമിയം, ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ പ്രീമിയം പേയ്മെൻറ്റ് ടൈമാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷം രൂപയെങ്കിലും നമ്മൾ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഫണ്ട്സ് മുഴുവൻ നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അപ്പോഴും നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആയ 10 times, 2 ലക്ഷം രൂപയാണെങ്കിൽ 20 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും. അത് നമുക്കവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ 2 ലക്ഷം രൂപ അവിടെ നിർത്തി ബാക്കിയുള്ള ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാം. അപ്പോഴും ഈ കവറേജ് അവിടെ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പൊതുവെ പറയാനുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും കൂടുതൽ അറിയാനോ മറ്റോ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ വീഡിയോകളെ ലിങ്ക്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അതെല്ലാം കാണാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.